மழை வருது குடை கொண்டு வா மானே உன் மாறாப்பிலே ஹை. வெயில் வருது നിഴൽ കൊണ്ടുവാ. ദിത്വ സൈക്ലോൺ 2 ദിവസമായിട്ട് ദിത്വ സൈക്ലോണായിരുന്നു ചെന്നൈയിൽ. ഇന്ന് സെക്കൻഡ് ഡേ ഓഫ് സൈക്ലോൺ. മഴയൊക്കെ ഒന്ന് ചെറുതായിട്ട് തോർന്നു തുടങ്ങിയപ്പോൾ ഒന്ന് പുറത്തേക്ക് ഇറങ്ങിയതാണ് കേട്ടോ. വെറുതെ ഒന്ന് റൗണ്ട് അടിച്ചു. നല്ല വെള്ളമുണ്ട് റോഡിലും സൈഡിലും എല്ലാം. ഈ പോകുന്നത് കുറച്ച് ക്ലീൻ ആയിട്ടുള്ളൊരു സ്ഥലമാണ്. ഇത് നമ്മൾ പോകുന്നത് അണ്ണാനഗർ ഏരിയയിലാണ് കേട്ടോ. അപ്പോൾ ഇവിടെയൊക്കെ ഒന്ന് ചുറ്റടിച്ചപ്പോൾ ഇവിടെയൊന്നും വലിയ പ്രോബ്ലം ഒന്നുമില്ല. റോഡൊക്കെ നല്ല നീറ്റായി കിടക്കുന്നുണ്ട്. ചില ഏരിയയിലൊക്കെ പോകുമ്പോഴാണ് നല്ല വെള്ളമുണ്ട്. അതൊക്കെ ഞാൻ 1-2 സ്ഥലങ്ങൾ കാണിച്ചു തരാം കേട്ടോ. കൂടുതലൊന്നും അകത്തേക്കൊന്നും പോകാൻ പറ്റില്ല, നല്ല വെള്ളമുള്ളതുകൊണ്ട്. അങ്ങനെ പോകുമ്പോൾ കേക്ക് വാക്കിൽ പോയാലോ എന്നിങ്ങനെ ആലോചിച്ചു. അതിന് മുമ്പ് ഞാനൊരു സൂത്രം കാണിച്ചു തരാം. എൻ്റെ പാസരം കാണുന്ന എല്ലാവരും എന്നോട് ചോദിക്കാറുണ്ട് എവിടെ നിന്നാണെന്ന്. യുണീക്കായിട്ടുള്ള കൊലുസ് കിട്ടണമെങ്കിൽ GRT തന്നെ പോകണം കേട്ടോ. എൻ്റെ എല്ലാം ഞാൻ GRT നിന്നാണ് വാങ്ങാറുള്ളത്. ഇനി നേരെ വിട്ടത് കേക്ക് വാക്കിലേക്കാണ്. നമ്മുടെ നുങ്ങവക്കത്തുള്ള കേക്ക് വാക്കിൽ ഫ്രണ്ടിലെത്തിയപ്പോൾ നോക്കിക്കേ, എന്തൊരു വെള്ളമല്ലേ. ഇത് അങ്ങോട്ട് റോഡാണ് കേട്ടോ. അവിടെ നിന്ന് ഇങ്ങോട്ടേക്ക് വാഹനങ്ങൾ വരാൻ ഭയങ്കര ബുദ്ധിമുട്ടാണ്. ടയറെല്ലാം വെള്ളത്തിലാണ് ഇറങ്ങി നിൽക്കുന്നത്. ഇനി പതുക്കെ കേക്ക് വാക്കിലേക്ക് വാക്ക് ചെയ്യാം. അവിടെ എൻട്രി ചെയ്തപ്പോൾ ക്രിസ്മസ് വൈബെല്ലാം സ്റ്റാർട്ട് ചെയ്തു. ക്രിസ്മസ് ട്രീ എല്ലാം നല്ല ഡെക്കറേറ്റ് ചെയ്ത് ലൈറ്റിനിങ് എല്ലാം ഇട്ട് നല്ല ഭംഗിയാക്കി അറേഞ്ച് ചെയ്ത് വെച്ചിട്ടുണ്ടായിരുന്നു. പക്ഷേ ആരുമില്ല. സ്ലോലി ആൾക്കാരൊക്കെ വന്ന് തുടങ്ങുന്നേ ഉള്ളൂ. പുറത്ത് നല്ല മഴയാണല്ലോ, കണ്ടിന്യൂസ് ആയിട്ട് മഴ പെയ്തുകൊണ്ടിരിക്കുക. കേക്ക് വാക്ക് എന്ന പേരാണെങ്കിലും മെനുവിൽ ഇഷ്ടംപോലെ വെറൈറ്റീസ് ഉണ്ട്. അതും കോണ്ടിനെൻ്റൽ പിസ്സ, പാസ്ത, സൂപ്സ്, അങ്ങനെ ഒരുപാട് ഐറ്റംസ് ഉണ്ടായിരുന്നു കേട്ടോ. അപ്പോൾ നമുക്ക് മെനു കാണാം. ഇതാണ് ഞാൻ ഓർഡർ ചെയ്യാൻ ഉദ്ദേശിച്ചത്, ട്യൂന മയോ സാലഡ്. നോക്കിയപ്പോൾ ട്യൂന മയോ സാലഡ് ഇല്ല എന്ന് പറഞ്ഞു. പിന്നെ ഞാൻ എന്താ വേണ്ടതെന്ന് ഇങ്ങനെ കുറേ നേരം ആലോചിച്ചപ്പോഴാണ് ഞാൻ പാസ്ത എടുത്തു. ഒരു സ്പൈസി അറബിക് പാസ്ത. പിന്നെ കുറച്ച് നേരം വെയിറ്റ് ചെയ്തു. കുറേ നേരം എടുത്തു കേട്ടോ പാസ്ത വരാൻ വേണ്ടിയിട്ട്. ഒരു പാസ്തയും ഒരു ക്ലബ് സാൻഡ്വിച്ചുമാണ് ഓർഡർ ചെയ്തത്. നല്ല അടിപൊളിയായിരുന്നു, നല്ല ഹെവി ആയിരുന്നു കേട്ടോ. ഇതാണ് ഇന്നത്തെ ലഞ്ച്. ക്ലബ് സാൻഡ്വിച്ചിൻ്റെ കൂടെ ഫ്രഞ്ച് ഫ്രൈസും സോസും, പാസ്തയിലാണെങ്കിൽ ചിക്കനും ജലപ്പിനോയും. അതുകൊണ്ട് ഭയങ്കര ഫില്ലിംഗ് ആയിരുന്നു. എല്ലാം കഴിച്ചു. കൂടെ ഒരു ഗാർലിക് ടോസ്റ്റ്. അടിപൊളിയായിരുന്നു കേട്ടോ. നല്ല വൃത്തിയായി കഴിച്ചിട്ടുണ്ട്. എങ്ങനെയാണ് ഞാൻ എൻ്റെ പ്ലേറ്റ് വെച്ചിരിക്കുന്നത് നോക്കിക്കോളൂ. നമ്മുടെ ലാലേട്ടൻ പറയാറില്ലേ, ഒന്നും കളയാൻ പാടില്ല, കരുവേപ്പില വരെ കഴിക്കണമെന്ന്. ഏതായാലും ഞാനത് ഫോളോ ചെയ്യുന്നുണ്ട് എന്നുള്ളതിൻ്റെ ഒരു പ്രൂഫാണ് ഈ കാണുന്ന പ്ലേറ്റ്സ്. അടിപൊളിയല്ലേ? നമുക്കൊരു സന്തോഷം. അപ്പോൾ താങ്ക് യു ഫോർ വാച്ചിങ് മൈ ചാനൽ.